Hi friends, today I am giving some daily use sentence for you. ചിലരുണ്ട് പഴയ കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും. കേൾക്കുമ്പോൾ നമുക്കൊരു തരം സഫോക്കേഷൻ തോന്നും. അപ്പോൾ നാം പറയും, കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അടുത്ത് എന്താണ് ആലോചിക്കുന്നത് അല്ലേ? അത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നോക്കാം. പാസ്റ്റ് ഈസ് പാസ്റ്റ്, തിങ്ക് വാട്ട് നെക്സ്റ്റ്. പാസ്റ്റ് ഈസ് പാസ്റ്റ്, തിങ്ക് വാട്ട് നെക്സ്റ്റ്. നെക്സ്റ്റ്, നിന്നെ എൻ്റെ സുഹൃത്തായി ലഭിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. നിന്നെ എൻ്റെ സുഹൃത്തായി ലഭിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. I am glad to have you as my friend. I am glad to have you as my friend. I am glad എന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷം എന്നർത്ഥം. എൻ്റെ ഉപദേശങ്ങളൊക്കെ അവൻ ഒരു ചെവിയിൽ കൂടി കേട്ട് മറ്റൊരു ചെവിയിലൂടെ വിട്ടുകളയാറാണ് പതിവ്. ഇത് നമ്മൾ സാധാരണ പറഞ്ഞു നൽകുന്നതാണല്ലേ. എന്താണ് അതിൻ്റെ അർത്ഥം? ഉപദേശം കണക്കിലെടുക്കാതിരിക്കുക, അല്ലെങ്കിൽ അതിനെ ഗൗരവത്തിലെടുക്കാതിരിക്കുക എന്നർത്ഥം. അപ്പോൾ ഇത് നമുക്ക് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാമെന്ന് നോക്കാം. He turns a deaf ear to my advice. He turns a deaf ear to my advice. Advice, ഉപദേശം. Deaf ear, ചെവി കേൾക്കാതിരിക്കുക. ഞാൻ എന്തു പറഞ്ഞാലും അവനൊരു ചെവിയിൽ കൂടി കേട്ട് മറ്റൊരു ചെവിയിലൂടെ വിട്ടുകളയാറാണ് പതിവ്. He turns a deaf ear to whatever I say. He turns a deaf ear to whatever I say. Whatever I say, ഞാൻ എന്തൊക്കെ പറഞ്ഞാലും. എന്ത് പറഞ്ഞാലും എതിർത്ത് പറയുന്നവരോട് നമ്മൾ എന്ത് പറയും? ഞാൻ പറയുന്നതിനെല്ലാം എതിര് പറയരുത് എന്ന് പറയും അല്ലേ. ഞാൻ പറയുന്നതിനെല്ലാം എതിര് പറയരുത്. Don't say oppose to all my words. Don't say oppose to all my words. എനിക്കെതിരെ സംസാരിക്കരുത്. Don't speak oppose to me. Don't speak oppose to me. ഓ നീ വന്നോ? ഓ did you come? ഓ did you come? ഇനി കുറച്ച് നേരം എൻ്റെ കൂടെ ഇരിക്കേ. ഇനി കുറച്ച് നേരം എൻ്റെ കൂടെ ഇരിക്കേ. Then stay with me for a while. Then stay with me for a while. കുറച്ച് നേരം, for a while. ഞാൻ നടന്നാണ് വന്നത്. I came on foot. I came on foot. On foot എന്ന് പറഞ്ഞാൽ നടന്നു വന്നു എന്നർത്ഥം. On വാക്കല്ല, on foot എന്നാണ് നടന്നു വന്നു എന്നൊന്ന് പറയേണ്ടത്. നമ്മൾ ബസ്സിൽ വന്നു എന്ന് പറയാൻ ബൈ ബസ് എന്ന് പറയും. ട്രെയിനിലാണെങ്കിൽ ബൈ ട്രെയിൻ എന്ന് പറയും. എന്നാൽ നടന്നു വന്നു എന്ന് പറയാൻ ഓൺ ഫുട്ട് എന്നാണ് പറയേണ്ടത്. ഓൺ ഫുട്ട്. നീ എന്താണ് ചെരുപ്പിടാതെ വന്നത്? നീ എന്താണ് ചെരുപ്പിടാതെ വന്നത്? Why did you come without wear the chappal? Why did you come without wear the chappals? അല്ലെങ്കിൽ without chappals എന്ന് പറഞ്ഞാലും മതി. Without chappals. ചെരുപ്പിടാതെ പറമ്പിൽ നടക്കരുത്. ചെരുപ്പിടാതെ പറമ്പിൽ നടക്കരുത്. Don't walk with barefoot on ground. Don't walk with barefoot on ground. Barefoot എന്ന് പറഞ്ഞാൽ നഗ്നപാദൻ, ചെരുപ്പില്ലാതെ നടക്കുന്നത്. Barefoot, നഗ്നപാദൻ. വരുന്ന വഴിക്ക് ഞാൻ എൻ്റെ സുഹൃത്തിനെ കണ്ടു. വരുന്ന വഴിക്ക് ഞാൻ എൻ്റെ സുഹൃത്തിനെ കണ്ടു. I saw my friend on the way. I saw, ഞാൻ കണ്ടു. My friend, എൻ്റെ സുഹൃത്ത്. On the way, വരുന്ന വഴി. I saw my friend on the way. എന്തൊക്കെയാണ് വിശേഷം? How are you? How are you? എനിക്ക് സുഖം തന്നെ. I'm fine. I'm fine. നിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? What about you? നിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്? What about you? നല്ല നിലക്ക് പോകുന്നു. എല്ലാം നല്ല നിലക്ക് പോകുന്നു. All is going on well. All is going on well. വരുന്ന വഴിക്ക് ഞാനൊരു അപരിചിതനെ കണ്ടു. I saw a stranger on the way. I saw a stranger on the way. Stranger, അപരിചിതൻ. അപരിചിതൻ. അയാൾ എന്നോട് പറഞ്ഞു. He said to me. അയാൾ എന്നോട് പറഞ്ഞു. He said to me. എന്താണ് പറഞ്ഞത്? എനിക്ക് നിങ്ങളെ നല്ല പരിചയം തോന്നുന്നു. എനിക്ക് നിങ്ങളെ നല്ല പരിചയം തോന്നുന്നു. I feel much familiar to you. I feel much familiar to you. Much familiar, നല്ല പരിചയം. I feel, തോന്നുന്നു. I feel much familiar to you. ഞാൻ വിചാരിക്കുന്നത് ഞാൻ നിങ്ങളെ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടെന്നാണ്. ഞാൻ നിങ്ങളെ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട്. I think, ഞാൻ വിചാരിക്കുന്നു. I think I have seen you somewhere. I have seen you somewhere. Somewhere എന്ന് പറഞ്ഞാൽ എവിടെയോ. I have seen you എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ കണ്ടിട്ടുണ്ട്. I have seen you, ഞാൻ നിങ്ങളെ കണ്ടിട്ടുണ്ട്. I think I have seen you somewhere. ഞാൻ വിചാരിക്കുന്നത് ഞാൻ നിങ്ങളെ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടെന്നാണ്. ഞാൻ അയാളോട് പറഞ്ഞു. I said to him. ഞാൻ അയാളോട് പറഞ്ഞു. I said to him. അതെ, ഒരുപക്ഷെ അങ്ങനെയായിരിക്കാം. ഒരുപക്ഷെ അങ്ങനെയായിരിക്കാം. Yes, it may be so.
യെസ് ഇറ്റ് മേ ബി സോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് എഴുതുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.